ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ CMA ഇന്ററിന്റെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിലെ ഒരു തേർഡ് പാർട്ട് 3 വീഡിയോ ആണ്. നമ്മൾ ഡിസംബർ 2024ലെയും അതേപോലെ തന്നെ ജൂൺ 2024ലെയും 2 ഇയറിലെയും ഫുൾ MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 30 ഔട്ട് ഓഫ് 30 എങ്ങനെ സ്കോർ ചെയ്യാം എന്ന് പറയുന്ന ഒരു സീരീസിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏതാണ് പാർട്ട് 1 പാർട്ട് 2ലെ വീഡിയോസ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കാണുക. അപ്പോൾ നമുക്കൊരു സീരീസ് ആയിട്ട് എൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് 100ൽ 30 ഔട്ട് ഓഫ് 30 നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2023 നമുക്ക് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അത് 2022 സിലബസിൽ നമുക്ക് എന്താണോ ഉള്ളത് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. First question, untouchability is abolished and it is practiced in any form. ഡയറക്റ്റ് ആയിട്ട് ചാപ്റ്റർ നമ്പർ 1 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ നമ്പർ 1 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അബോളിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, തുടച്ചു നീക്കപ്പെട്ട ഒരു സംഭവമാണ് അബോളിഷ് എന്ന വാക്കിന്റെ ഒരു അർത്ഥം. അബോളിഷ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് തുടച്ചു നീക്കി. ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ്. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, ഹൈ മാറി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, എനിക്ക് കാണാനാകില്ല. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് അൺടച്ചബിലിറ്റി. നമ്മൾ പഴയ കുറേ സിനിമകളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. അതായത് മേൽജാതിക്കാർ വരുമ്പോൾ കീഴ്ജാതിക്കാർ, കാസ്റ്റ് സിസ്റ്റമാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ നമ്പർ 17 ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ നമ്പർ 17 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം, ആർട്ടിക്കിൾ നമ്പർ 17 എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ഏത് ആർട്ടിക്കിൾസിലാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ അൺടച്ചബിലിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് കംപ്ലീറ്റ്ലി എടുത്തു നീക്കി. അങ്ങനെ ആരെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് അലൗഡ് ആണോ? കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നത് അലൗഡ് അല്ല. നെക്സ്റ്റ്, ഫോർബിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, നിയമം നിഷേധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഇതിനെ ഒന്ന് നമുക്ക് വെക്കാം. നെക്സ്റ്റ്, പാർഷ്യലി അലൗഡ്, ചില സമയത്ത് ചെയ്യാം. അങ്ങനെയുണ്ട്. ഒരു തുടച്ചു നീക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണ്ണമായിട്ടും. അപ്പോൾ ഈ പൂർണ്ണം എന്ന് പറയുമ്പോൾ അവിടെ പാർഷ്യലി ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫോർബിഡൻ. യു ആർ നോട്ട് അലൗഡ് ടു ഡു അറ്റ് ഓൾ. ഒരു രീതിയിലും ഇല്ല. അവിടെ കോമ്പൗണ്ടിങ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾ ഈ ഒരു കാസ്റ്റിംഗ് സിസ്റ്റമിന്റെ പേരിൽ ഞാൻ ഈ അൺടച്ചബിലിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കോമ്പൗണ്ടിങ് ഒഫൻസ് എന്നൊരു സംഭവം ഉണ്ട്. അതായത് കോടതി പോകാതെ കോംപ്രമൈസ് ചെയ്യുക നടക്കില്ല. അത് കോടതി മുഖേന മാത്രം ശിക്ഷ കിട്ടുന്ന ഒരു സംഭവമാണ്. കോമ്പൗണ്ടിങ് ഈസ് നോട്ട് അലൗഡ്. സിവിൽ റൈറ്റ്സ് ആക്ടിനാണ് വരുന്നൊരു സംഭവമാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഓർമ്മ വരണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം സാർ അതൊക്കെ പഠിക്കണം, കുറച്ച് ആർട്ടിക്കിൾസ് അല്ലേ ഉള്ളൂ, 32 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഒന്ന് പഠിക്കുക, 14 to 32 വരെയുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, 2 മാർക്കാണ് നമുക്ക് വരുന്നത്. 38 - 40 എത്താൻ ആ ഒരു ക്വസ്റ്റ്യൻ മതി. 6 മാസം സേവ് ചെയ്യാനും, ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളമാണെങ്കിൽ 6 ലക്ഷം സേവ് ചെയ്യാനും ആ ഒരു ആർട്ടിക്കിൾസ് മതി. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് എ മെർക്കന്റൈൽ ഏജന്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ദ ഓണർ ഓഫ് ദ ഗൂഡ്സ് ടു സെൽ ഓൺ ഹിസ് ബിഹാഫ് ദെൻ സച്ച് സെയിൽ ഷാൽ ബി. എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ഈ ഗൂഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ചാപ്റ്റർ വരും? നമുക്ക് സെയിൽ ഓഫ് ഗൂഡ്സ് ആക്ട് വരും. സോഗ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾക്ക് ഇവിടെ വരിക. അതിനുശേഷം മെർക്കന്റൈൽ ഏജന്റ്. ഈ മെർക്കന്റൈൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ടൈപ്പ് ഓഫ് ഏജന്റ്. മറ്റൊരാൾക്ക് വേണ്ടി ഗൂഡ്സ് ബൈ ചെയ്യാനും ഗൂഡ്സ് സെല്ല് ചെയ്യാനും അതേപോലെ തന്നെ ഗൂഡ്സ് കൺസൈൻ ചെയ്യാനും കൺസൈനർ ആയിട്ട് കൺസൈൻ ചെയ്യാനും അധികാരമുള്ള ആൾക്കാരാണ്. അതായത് ഫോർ എക്സാമ്പിൾ എൻ്റെയാണ് ഗൂഡ്സ് എങ്കിലും ഞാൻ എൻ്റെ ഗൂഡ്സ് വിൽക്കാൻ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഗൂഡ്സ് വാങ്ങിക്കാൻ ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ കോൾഡ് ആസ് മെർക്കന്റൈൽ ഏജന്റ്. നമുക്ക് സെക്ഷൻ നമ്പർ 27 നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 27 ഉണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് സെയിൽ ബൈ ഗൂഡ്സ് ആഫ്റ്റർ ദ പൊസഷൻ. കോൺസെപ്റ്റ് ഇതാണ്, സെയിൽ ബൈ നോൺ ഓണേഴ്സ്. അതാണ് ഹെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിൽ ബൈ നോൺ ഓണേഴ്സ്.
അപ്പോൾ ഈ സെയിൽ ബൈ നോൺ ഓണേഴ്സിൽ എന്താണ് സംഭവം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ പല വേറെ കോൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി സെയിൽ ബൈ പൊസിഷൻ, സെയിൽ ബൈ എസ്റ്റോപ്പൽ ഉണ്ട്, അത് വാലിഡ് ആണോ? വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് വാലിഡ് ആണ്. അപ്പോൾ നോർമലി എന്താ പറയുന്നത്? നിങ്ങളാണ് ഒരു ഗൂഡിന്റെ ഓണർ എങ്കിൽ യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു സെൽ ഇറ്റ്. പക്ഷേ എക്സെപ്ഷൻ നമ്മൾ എന്ത് പറയുന്നു? എസ്റ്റോപ്പലിലും മർക്കൻഡൈൽ ഏജന്റിലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈവൻ ദോ ദേ ആർ നോട്ട് ദ ഓണേഴ്സ്, ദേ ക്യാൻ സെൽ ദ ഗുഡ്സ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ മർക്കൻഡൈൽ ഏജന്റിന്റെ ത്രൂ നമ്മൾ എൻറ്റർ ചെയ്ത ഒരു ട്രാൻസാക്ഷൻ വാലിഡ് ആണ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പറയുന്നത് a party who does not suffer any loss in case of breach of contract is entitled to. എന്താണ് ഇവർക്ക് കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കോൺട്രാക്റ്റിൽ ഒരു രീതിയിലും നഷ്ടം സംഭവിക്കാത്ത ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഡാമേജസ് നമ്മൾ കൊടുക്കുവോ? അതിനു മുമ്പ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേഷൻ ഇൻ ദ ഫോം ഓഫ് മണി, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡാമേജസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ടൈപ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാമെങ്കിലേ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് വൺ എക്സ്ലെംബറി ഡാമേജസ് ഉണ്ട്, നോമിനൽ ഡാമേജസ് ഉണ്ട്, ലിക്വിഡേറ്റഡ് ഡാമേജസ് ഉണ്ട്, സ്റ്റാറ്റുറ്ററി ഡാമേജസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഡാമേജസ് എന്ന് പറയുമ്പോൾ എക്സ്ലെംബറി അല്ലെങ്കിൽ പനിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ എ എന്നൊരാൾ ബിയുമായിട്ട് വിവാഹം ഉറപ്പിച്ചു. ദിസ് ഈസ് ഗേൾ, ദിസ് ഈസ് ബോയ്. നോർമൽ നടക്കുന്ന കാര്യം പറയാം. എ ബിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒരു കാരണവുമില്ലാതെ മുടങ്ങി എന്ന് വെച്ചോ. അതായത് എ പറയുകയാണെങ്കിൽ താല്പര്യമില്ല. മീൻസ് എന്ന് പറയുമ്പോൾ ബിയുടെ ഫീലിങ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എന്താണ് എ പെരുമാറി. അതുകൊണ്ട് കല്യാണം വേണ്ട, കല്യാണം ഒഴിഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ മാരേജ് കോൺട്രാക്ട് സംഭവിച്ചിട്ടില്ല, ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല. പക്ഷേ ബി പറയാണ് എ എന്താണ് ഒരു കാരണമില്ലാതെയാണ് എന്നെ ഒഴിവാക്കിയത്. അപ്പോൾ നമ്മൾ തമ്മിലൊരു വിവാഹ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോൾ എ എന്താണ് അനാവശ്യ കാരണം പറഞ്ഞിട്ട് എന്നെ എന്താണ് വേറെ രീതിയിലുള്ള ശാരീരിക ബന്ധം അങ്ങനെ നടന്നിട്ടൊന്നുമില്ല, പക്ഷെ എൻ്റെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്ത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ബി കേസ് കൊടുത്തു. അപ്പോൾ ഒരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തതുകൊണ്ട് അതിന് ബിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് എക്സ്ലെംബറി ഡാമേജസ്. അപ്പോൾ എ ആ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്ക് എഗെയിൻസ്റ്റ് കോടതി കൊടുക്കുന്ന ആ ഒരു ഓർഡറിൻ്റെ പേരാണ് എക്സ്ലെംബറി ഡാമേജസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? രണ്ടാമത്തത് നോമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട്. അതായത് ഒരാൾക്ക് ലീഗലി എന്തോ ഒരു സംഭവം നഷ്ടപ്പെട്ടു, പക്ഷേ റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലോസോ ഒന്നും സംഭവിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ചെറിയൊരു ലീഗൽ റൈറ്റ് ഒക്കെ ഇൻഫ്രിഞ്ച് ആയെന്ന് വെച്ചോ. വലിയ നഷ്ടമൊന്നും ആയിട്ടില്ല, പക്ഷെ എന്താണ് ഒരു ചെറിയൊരു പ്രശ്നം. അത് അയാളുടെ ലീഗൽ റൈറ്റിൻ്റെ പ്രശ്നം, റൈറ്റ് ടു ഈക്വാലിറ്റി ആയിക്കോട്ടെ. റൈറ്റ് ടു ഈക്വാലിറ്റി ഒക്കെ വലിയ രീതിയിലൊക്കെ നമുക്ക് പോകാം. പക്ഷെ ഫൈനാൻഷ്യൽ ലോസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ അയാളുടെ നീതി ന്യായം നമ്മൾ ജസ്റ്റിസ് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, അയാൾക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ചെറിയൊരു പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ചില സമയത്ത് അത് ലോ പറയുമ്പോൾ 25 പൈസ വരെയും കിട്ടുന്നു ചില സമയത്ത്. പണ്ടത്തെ ഇപ്പം കിട്ടത്തില്ല. ഓക്കെ, ഒരു 10 രൂപ 20 രൂപയൊക്കെ ചിലപ്പോൾ ഡാമേജസ് ആയിട്ട്. തേർഡ് വൺ ലിക്വിഡേറ്റഡ് ഡാമേജസ്. ഈ ലിക്വിഡേറ്റഡ് ഡാമേജസും അൺലിക്വിഡേറ്റഡ് ഡാമേജസും. ലിക്വിഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീ ഫിക്സ്ഡ് ആയിട്ട് ഒരു ഡാമേജസ് എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, എനിക്ക് 10,000 രൂപയുടെ ലോസായി. അപ്പോൾ കോടതി എന്താണ് അത് മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് മേടിച്ച് തരണം. ഈ ഒരു രീതിയിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ലിക്വിഡേറ്റഡ്. അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന രീതിയിൽ വലിയൊരു ചിന്താഗതിയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നു. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റുറ്ററി ഡാമേജ്. നമ്മൾ നോർമലി ഈ സിവിൽ റോങ്സിനൊക്കെ നോർമലി പറയുന്നൊരു കോൺസെപ്റ്റാണ്. ടോട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഇവിടെ എന്താണ് ലീഗൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നൊരു സംഭവമാണ് സ്റ്റാറ്റുറ്ററി ഡാമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് എന്താണ് എ പാർട്ടി ഹു ഡസ് നോട്ട് സഫർ എനി ലോസ്. നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ അയാൾ എന്താണ് കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു. ഒരു രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടില്ല, പക്ഷെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു. ആ ബ്രീച്ച് ചെയ്യുന്നത് തന്നെ എന്താണ് ഒരു തെറ്റാണ്. ആ തെറ്റിന് ആ ഒരു പ്രശ്നം സംഭവിച്ച ആൾക്ക് കിട്ടുന്ന ഡാമേജസിൻ്റെ പേരാണ് നോമിനൽ ഡാമേജസ്. കാരണം നഷ്ടമൊന്നും സംഭവിക്കാതെ കോടതി എന്താണ് ചെറിയൊരു എമൗണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇത് തേർഡ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററാണ്? കോൺട്രാക്ട് ആക്ട്. ഓക്കെ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അടുത്തത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ബേസിക് കൺസെപ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അപ്ലിക്കബിലിറ്റി എവിടെയാണ്? ഇറ്റ് ഈസ് ദിസ് കോൺസെപ്റ്റ്. പോയിന്റ് നമ്പർ ഡി ഈസ് ദ ആൻസർ. ഓൾ ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, നെക്സ്റ്റ്
ഡയറക്ട്ലി ഫോം ആണ്. എവറി ഫോറിൻ LLP ഷാൽ ഫൈൽ വിത്ത് എ രജിസ്ട്രാർ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി ഇൻ ഫോം നമ്പർ 8. ഓക്കെ, ഫോം നമ്പർ 8ലാണ് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഫോമും കൂടെ ഉണ്ട്. ഈ ഫോറിൻ LLPക്കും ഫോറിൻ ആൻഡ് ഇന്ത്യൻ LLPക്കും സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഫോം ചെയ്യുന്നത് ഫോം നമ്പർ 8 ആണ്. ഇനി ഫോം നമ്പർ 11 കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. അതായത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആനുവൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നതും ഈ ഒരൊറ്റ ഫോമിൽ തന്നെ ആയിരിക്കും. വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാകില്ല. ഓക്കെ ആണോ? ക്ലിയർ. ഫോം നമ്പർ 8ഉം ഫോം നമ്പർ 11ഉം. നെക്സ്റ്റ്, അപ്പോൾ ഇതേതാണ്? ഇത് LLP എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അടുത്തത്, if there is a dispute as to the amount of gratuity payable to the employee, the employer shall deposit the gratuity amount with them. അതായത് ഇതാ ഗ്രാറ്റുവിറ്റി ചാപ്റ്ററിൻ്റെ അവസാനം വരുന്ന ഒരു സംഭവമാണ്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാക്സിമം എത്രയാണ് കൊടുക്കുന്നത്? ഫ്രം 1 ജനുവരി 2024 25 ലാക്കാണ്. ഇപ്പോൾ ഒരു പക്ഷേ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചോ. അതായത് എംപ്ലോയി പറയുന്നത് എനിക്ക് 15 ലക്ഷം കിട്ടണം, എംപ്ലോയർ പറയുന്നത് 13.5 ലക്ഷം രൂപയുള്ളൂ. അവർ തമ്മിൽ എന്തായി? ഒരു ഡിസ്പ്യൂട്ടായി, ഒരു പ്രശ്നമായി. എംപ്ലോയി വെറുതെ വിടുമോ? അവൻ വെറുതെ വിടുന്നില്ല. അവൻ ചെയ്യുന്നു, നേരെ കൊണ്ടേ എവിടെ കേസ് കൊടുക്കും? അവിടെയാണ് കൺട്രോളിങ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഉണ്ട്. അവിടെ കൊണ്ടേ കേസ് കൊടുത്തിട്ട് അവിടെയാണ് തീരുമാനമാകുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ തീരുമാനമാകുമ്പോൾ 15 ലക്ഷം രൂപയാണോ ആക്ച്വലി ഗ്രാജുവിറ്റി ആയിട്ട് വരുന്നത്? കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ എമൗണ്ട് നമ്മുടെ എംപ്ലോയർ കൊണ്ടേ കൺട്രോളിങ് അതോറിറ്റിയിൽ എന്താണ്? ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ കൺട്രോളിങ് അതോറിറ്റി തീരുമാനിക്കും എത്രയാണ് എമൗണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും? കൺട്രോളിങ് അതോറിറ്റി കുറവാണെങ്കിൽ ബാക്കിയുള്ളത് എംപ്ലോയറിന് കൊടുക്കും. ഇനിയും കൂടുതലാണെങ്കിൽ എംപ്ലോയിക്ക് അത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ കൺട്രോളിങ് അതോറിറ്റിയാണ് ജനറലി ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഇതും വേജസിൻ്റെ ആണ്. ഇത് ഗ്രാറ്റുവിറ്റി എന്നൊരു ചാപ്റ്റർ ഇവിടെ നോക്കാം. വെൻ എ പേഴ്സൺ ഈസ് എംപ്ലോയ്ഡ് ഓൺ എ പീസ് വർക്ക്, മിനിമം ടൈം റേറ്റ് ആൻഡ് നോട്ട് എ മിനിമം പീസ് ഉണ്ടോ? വേർ എ പേഴ്സൺ ഈസ് എംപ്ലോയ്ഡ് ഓൺ പീസ് വർക്ക്. ഒന്നാമത്തെ കോൺസെപ്റ്റ്, ഒരാൾ ഒരു പീസ് വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫോർ വിച്ച് മിനിമം ടൈം റേറ്റ് ആൻഡ് നോട്ട് എ മിനിമം പീസ് റേറ്റ് ഹാസ് ബീൻ ഫിക്സ്ഡ്. അപ്പോൾ ഈ ഒരു എംപ്ലോയ്മെൻറ്റിൽ മിനിമം ടൈം റേറ്റ് ഫിക്സ് ചെയ്തു, പക്ഷെ പീസ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ എംപ്ലോയർ എത്ര മിനിമം പൈസ കൊടുക്കണം? അതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ്? ഒരാൾ പീസ് റേറ്റ്, ഇപ്പോൾ ഹവർലി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ഒരാൾ വർക്ക് ചെയ്യുന്നു. ആ ഒരു വർക്കിൽ, ആ വർക്കിംഗ് സെക്ടറിൽ മിനിമം ടൈം റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിവസം എന്താണ് 100 രൂപ കൊടുക്കണം, പക്ഷേ പീസ് റേറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പീസ് റേറ്റുകാരൻ ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ മിനിമം എത്ര ശമ്പളം കൊടുക്കണം എന്നൊരു ചോദ്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ മിനിമം വേജസ് ആക്ടിൽ പറയുന്ന കൺസെപ്റ്റ് മിനിമം ടൈം റേറ്റിൻ്റെ ഈക്വൽ ആയിരിക്കണം മിനിമം പീസ് റേറ്റിൻ്റെയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡെയിലി വർക്ക് ചെയ്താൽ, ഹവർലി വർക്ക് ചെയ്താൽ എനിക്ക് 1000 രൂപ കിട്ടുമെന്ന് വെച്ചോ. ഡെയിലി വർക്ക് ചെയ്താൽ, അതായത് ടൈം റേറ്റിന് വർക്ക് ചെയ്താൽ. ഇതേ ആൾ പീസ് റേറ്റിന് വർക്ക് ചെയ്താൽ, നമ്മൾ പീസ് റേറ്റിന് എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്? കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഡെയിലി എനിക്ക് വർക്ക് ചെയ്താൽ 1000 രൂപ, ഞാൻ പീസ് റേറ്റിന് വർക്ക് ചെയ്താൽ എനിക്ക് 1500 രൂപ ഉണ്ടാക്കാം. അതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതലും പീസ് റേറ്റ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പീസ് റേറ്റിന് എത്ര പണിയെടുത്താലും എനിക്ക് 500 രൂപ കിട്ടത്തുള്ളൂ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതായത് മിനിമം പീസ് റേറ്റിന് വർക്ക് ചെയ്താൽ ഇയാൾക്ക് 1000 രൂപ കിട്ടിയിരിക്കണം. കൂടുതൽ വർക്ക് ചെയ്താൽ അയാൾക്ക് കൂടുതലും കിട്ടിയിരിക്കണം. അതായത് പീസ് റേറ്റും ടൈം റേറ്റിനെയും ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും പീസ് റേറ്റിൻ്റെ ഏർണിങ്സ് ആയിരിക്കണം കൂടുതൽ എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി എല്ലാ സെക്ടേഴ്സിലും പീസ് റേറ്റിന് മിനിമം എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ. നെക്സ്റ്റ്, അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ ലോസ് ആയി. അടുത്തത് പ്രോസ്പെക്ടസ് സംബന്ധമാണ്. സോ ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. നോ പ്രോസ്പെക്ടസ് ഷാൽ ബി വാലിഡ് ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് മോർ ദാൻ ഡാഷ് ഡേയ്സ് ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് ദ കോപ്പി ദെയർ ഓഫ് ഈസ് ഡെലിവർഡ് ടു ദ രജിസ്ട്രാർ. ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇത് നമുക്കങ്ങനെ ക്ലൂ ആയിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം എല്ലാ ഡേയ്സിനും അത് 30, 60, 15 എല്ലാം നമുക്ക് എന്താണ് നോർമലി അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു ജനറൽ കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. പ്രോസ്പെക്ടസ്, ഇപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ആക്കിയിട്ട്
നമ്മൾ രജിസ്ട്രാറിന് ROCക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ROCക്ക് അയച്ചു കൊടുത്തിട്ട് ഈ ഡേറ്റിന് ഗ്യാപ്പ് 90 days ഇതിനുള്ളിൽ കമ്പനി എന്ത് ചെയ്തിരിക്കണം? ഇഷ്യൂ ചെയ്തിരിക്കണം. അതായത് ഇത്രേ ഉള്ളൂ, ഒരു പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഇറ്റ് വിത്ത് ദ രജിസ്ട്രാർ. അത്രയും ക്ലിയർ ആണോ? അപ്പോൾ ROCക്ക് നമ്മൾ ഫയൽ ചെയ്ത അന്ന് തൊട്ട് 90 ദിവസം വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യണം സാർ? അപ്പോൾ പുതിയതുണ്ടാക്കണം, പുതിയ പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കണം? ROCക്ക് കൊടുക്കണം. നെക്സ്റ്റ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൈവറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സംഭവം മനസ്സിലാകും. സെക്ഷൻ 42 ആണ് നമുക്കറിയാം പ്രൈവറ്റ് പ്ലേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം സെക്ഷൻ 42 ആകാം. ഇത്രയേ ഉള്ളൂ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ മാക്സിമം എത്രയാൾക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റും? എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്? ഒരു സെലക്റ്റഡ് ഐഡൻറ്റിഫൈഡ് ആൾക്കാർക്ക് എന്താണ് നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഏതൊക്കെ കമ്പനീസിനാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുക? പ്രൈവറ്റ് കമ്പനിക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമ്മളുടെ പബ്ലിക് കമ്പനിക്ക് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. 1% കമ്പനിക്കോ? 1% കമ്പനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈവൻ ദോ 1% കമ്പനി പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ. കാരണം എന്താണ്? മിനിമം മാക്സിമം 1 മെമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എത്രയാണ് ചെയ്യാൻ പറ്റുക? നമ്പർ ഉണ്ട്, ഇറ്റ് ഈസ് 200. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ. വർഷത്തിൽ എന്താണ്? 200 എന്ന രീതിയിൽ മാത്രമേ ആർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു കമ്പനിക്ക് ഫൈനാൻഷ്യൽ ഇയറിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ഇതും കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ തന്നെ വന്നിരിക്കുന്ന സംഭവമാണ്. അടുത്തത് ദ കോറം. ഓക്കെ, സെക്ഷൻ 103. കോറം എന്ന് പറയുന്നത് ഏതിനെക്കുറിച്ചാണ്? ജനറൽ മീറ്റിംഗ് ആണ്. ഏത് കമ്പനിയാണ്? പ്രൈവറ്റ് കമ്പനി. ഓക്കെ, അപ്പോൾ കോറമിൻ്റെ ഓർത്ത് വെക്കുക. ലെസ് ദാൻ 1000, 1000 to 5000, മോർ ദാൻ 5000, 5, 15, 30. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ്? ഒരു രീതിയിലും കൺഫ്യൂഷൻ ആക്കാത്ത രീതിയിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കോറമിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് എത്രയാണ്? പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ 2% പേഴ്സണലി പ്രസൻറ്റ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു പബ്ലിക് കമ്പനിയിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇവിടെ നിങ്ങൾ കോറമിനെ കുറിച്ച് പഠിക്കുമ്പോൾ വരുന്ന ഒരു എമൗണ്ട് മാത്രം ഏതാണ്? 30. നിങ്ങൾക്ക് ഇത് 15 ആണോ 5 ആണോ? വേണ്ട, ഓപ്ഷനേ ഇല്ല. എന്നാൽ എളുപ്പത്തിലാണ് നിങ്ങൾക്ക് നൽകിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്താണ്? 30 ആണ്. ഓക്കെ, ഇനി നമുക്ക് ലെസ് ദാൻ 1000 ചോദിക്കാം 5, 1000 to 5000 ചോദിക്കാൻ 15, ഇവിടെ മോർ ദാൻ 5000 ആയതുകൊണ്ട് 30. അപ്പോൾ അടുത്ത പ്രാവശ്യം അത് രണ്ടും കൂടെ ഒന്ന് എന്താണ് ഓർത്ത് വെക്കുക. ലെസ് ദാൻ 1000 to 5000 എന്ന രീതിയിലുള്ള എമൗണ്ടും മോർ ദാൻ 5000 ആൾറെഡി പഠിച്ചു. അതിനുശേഷം സെക്ഷൻസും കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് ഏതാണ്? ഇത് നമ്മളുടെ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് എൻ വോട്ടിംഗ് നമുക്ക് വരുന്നത് കമ്പനി ലോ തന്നെയാണ്. ഇൻ കേസ് ഓഫ് എൻ വോട്ടിംഗ്, നോട്ടീസ് ഷാൽ ബി സെൻറ്റ് ആസ് എൻ അറ്റാച്ച്മെൻറ്റ്. ഈ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കേട്ടിരിക്കുന്നത് ഏതാണ്? അത് ആദ്യം ഓർത്ത് വെക്കുക. നിങ്ങൾ ഏതാ കേട്ടിട്ടുള്ളത് മെറ്റീരിയൽ? നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് മാത്രം സാർ. അപ്പോൾ അത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലൂ പറഞ്ഞിരുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു ആൻസർ എഴുതാം? ആദ്യമേ നമ്മളെ തന്നെ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ തന്നെ വിശ്വസിക്കുമ്പോൾ തന്നെ എന്താണ്? നമുക്ക് നല്ലൊരു ബോധ്യം വരും. രണ്ടാമത്തത്, നെഗറ്റീവ് ആൻസേഴ്സിന് ആദ്യമേ നമ്മൾ എന്താണ് അവോയ്ഡ് ചെയ്യുക. ഇന്നത്തെ ഇതെല്ലാം അറ്റാച്ച്മെൻറ്റ് തന്നെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ നമ്മളെ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് PDF ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരമുണ്ടാകും. വേറെ ക്വസ്റ്റ്യൻസിൽ അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ക്ലിയർ ആണോ? യെസ്. ഇപ്പം നമ്മൾ അതേ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടോ ഇവിടെ നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് സംഭവം മനസ്സിലായി. കാരണം 5, 15, 30 നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ പഠിച്ചത് 30 മാത്രം. നമ്മൾ അതിന് അപ്ലൈ ചെയ്തു. ഇവിടെ എന്തായാലും നമ്മൾ പഠിച്ചത് PDF-നാണ്, നമ്മൾ അപ്ലൈ ചെയ്തു. ക്ലിയർ ആണോ? യെസ്. ഇനി ഫോർ സെലക്ടിങ് ദ നെയിം ഓഫ് ദ കമ്പനി ആൻഡ് അപ്ലിക്കേഷൻ ഫോർ ദ റിസർവേഷൻ ഓഫ് നെയിം. ഇവിടെ നമ്മൾ എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏതാണ്? നിങ്ങൾ മെജോറിറ്റി എല്ലാം തന്നെ കേട്ടിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് INC 1 ആട്ടോ നമ്മൾ നെയിമിന് വേണ്ടി കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. INC എന്ന് പറഞ്ഞാൽ 1 എന്നൊരു ഫോമാണ് നമ്മൾ നെയിമിന് വേണ്ടി കൊടുക്കുക. ഓക്കെ, റിസർവേഷൻ ഓഫ് ദ നെയിം എന്ന് പറയുന്നത് 20 days 2020 നമ്മൾ റിസർവേഷന് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യനുണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻ ആദ്യമേ വായിക്കുമ്പോൾ എന്താണ് ആർക്കും ഒന്നും മനസ്സിലാകില്ല. നമ്മൾ ആ മെറ്റീരിയൽ എൻറ്റയർലി ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റാണിത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി ഇതല്ല, ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. കാരണം ഒരു എന്താ പറയുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
where the equity shares of the companies are listed on a recognized exchange, the issue of such shares, which shares? Different type of shares are there, right? Preference shares equity shares എന്തിനെ കുറിച്ച് ഒന്നും പറയുന്നൊന്നുമില്ല. ഇങ്ങനെ സുപ്പീരിയർ ആയിട്ട് ഈക്വിറ്റി ഷെയർസ് സോ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. സ്റ്റുഡൻറ് കനോട്ട് അണ്ടർസ്റ്റാൻഡ്. നേരത്തെ അറിയാമെങ്കിൽ മാത്രമേ ഈ സച്ച് ഇതൊരു ഇവിടുത്തെ മാത്രം മിസ്റ്റേക്ക് ആയിട്ട് പല ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഐ എം നോട്ട് ബ്ലെയിമിങ് ബട്ട് ഐ എം ആസ്കിങ്. നമുക്കൊരു എന്താ പറയുക, നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒറ്റ ഒരു ആൻസർ നൽകുന്നത്. വി ഹാവ് ടു ഫിൽ ഇറ്റ്. ദാറ്റ് ഈസ്, അതായത് ഒരു എൻറ്റയർ എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കാണും. അതാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ ഇടുന്ന ഒരു പ്രശ്നമാണ്. കാരണം അത് ആക്ച്വലി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലാണെങ്കിൽ പോലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന സംഭവം അറിയണ്ടേ. സോ ദാറ്റ് വി ഹാവ് ടു മെൻഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ആ മെറ്റീരിയൽ മനപ്പാഠം ചെയ്യാത്തൊരു സ്റ്റുഡൻറ്റ് എന്താണ് മനസ്സിലാകില്ല. സച്ച് ഷെയർസ്, വിച്ച് ടൈപ്പ് ഓഫ് ഷെയർസ്. ഓക്കെ, വേറെ ദ ഈക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനീസ് ശരിക്കും കൂടി പറയുന്നത് ഡി വി ആറിനെ കുറിച്ചാണ്. ഓക്കെ, ഡി വി ആറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ ആണോ? ഡി വി ആറിൻ്റെ ഡിഫറൻഷ്യൽ ലോഡുകളുടെ കണ്ടീഷൻസ് ഇല്ലേ, ആ കണ്ടീഷൻസ് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഏതിനെക്കുറിച്ചാണ് സച്ച് എന്ന് പറയുമ്പോൾ ഹെഡിങ് പറഞ്ഞിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡി വി ആർ ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ ഏത് രീതിയിൽ യൂസ് ചെയ്യണം. അപ്പോൾ ഈക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി എന്താണ്? കാരണം നമുക്കറിയാം ഈക്വിറ്റി ഷെയർസ് നമ്മൾ ഡി വി ആർ ആയിട്ടോ ഡി വി ആർ നമ്മൾ ഈക്വിറ്റി ഷെയർസ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൾറെഡി ഈക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തൊരു കമ്പനിയാണ് രണ്ടാമത് ഡി വി ആർ ഇഷ്യൂ ചെയ്യുന്നത് നോർമലി. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് എന്താണ്, വോട്ടിംഗ് ബൈ പോസ്റ്റൽ ബാലറ്റ് എന്ന് ചെയ്യണം. സെക്ഷൻ 1(1)(10) വെച്ചിട്ട് തന്നെ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി. അത് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഷോയിങ് ഓഫ് ഫാൻസിന് പ്രിസ്ക്രൈബ്ഡ് ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇനി ഇത് മൂന്നിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ 3 സെക്ഷൻസിൽ എന്താണ് ഇപ്പോൾ വോട്ടിംഗ് ബൈ 109 108 1110 107 ഇതിനെക്കുറിച്ച് പറയുന്നൊന്നും തന്നെ ഇല്ല. നമ്മൾ അവിടെ നോക്കിയാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻകംപ്ലീറ്റ്നെസ് നമുക്ക് ഉണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ എന്തായാലും നമ്മളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്വസ്റ്റൻ അല്ലേ പോട്ടെ, നമ്മൾ എന്താണ് എം സിക്ക് നമുക്ക് 30ൽ 28 മതി. ഓക്കെ, അപ്പോൾ റിലേറ്റഡ് ആയിരിക്കുന്ന കുറച്ച് പ്രൊവിഷൻസ് എന്താണ് നമ്മൾക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്താണ് നമുക്ക് കമ്പനി ലോ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നെക്സ്റ്റ് 2 എത്തിക്സിൻ്റെ ആണ്. നമ്മൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും എന്താണ് 7 പബ്ലിക് ലൈഫിൽ വരുന്ന 7 കപ്പാബിലിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്ന സംബന്ധം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും എനിക്ക് വേണ്ടി വേണ്ട, ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റൊരാൾക്ക് വേണ്ടി. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെൽഫ്ലെസ്നെസ്. നമ്മൾ അവിടെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് സെൽഫ്ലെസ്നെസ് മീൻസ് ദ ഹോൾഡർ ഓഫ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഷുഡ് ആക്ട് സോളർലി ആർക്ക് വേണ്ടിയാണ്? ഗവൺമെന്റ് ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റ്, കമ്പനി ഇൻട്രസ്റ്റ്, ഓൾ ഓഫ് ദി അബോവ്? നോ. ഇവിടെ നമ്മൾ ഒരു രീതി നോക്കുന്ന സമയത്ത് 3 പേരും എന്താണ് കോമൺ ആണ്, എനിക്ക് വേണ്ടിയല്ല. പക്ഷെ അവിടെ നല്ല ജനറൽ വാക്ക് ഏതാ, പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ 14ാമത്തെ ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ എവിടെയുള്ളത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. ദ ലാസ്റ്റ് ക്വസ്റ്റ്യനും നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എത്തിക്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എത്തിക്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ്. എവിടെന്നെങ്കിലും ഒരു ലൈൻ എടുത്തിട്ട് അതിന് നമുക്ക് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവം ഏതാ കണ്ടോ, മോറൽ ജഡ്ജ്മെന്റ് റിക്വയർസ്. മോറൽ ജഡ്ജ്മെന്റ്, നമ്മൾ ഒരു കാര്യം ശരി തെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എത്തിക്കൽ കസ്റ്റമർ റിലേറ്റഡ് അല്ല, എത്തിക്കൽ മാർക്കറ്റ്, എത്തിക്കൽ പ്രൊഡ്യൂസർ. അതായത് ഒരു രീതിയിലും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൻസർ ആണ് നൽകിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൾവേസ് എത്തിക്കൽ ലീഡർഷിപ്പ് ആണ്. കാരണം നമ്മൾ പഠിച്ചത് എത്തിക്കൽ ലീഡർഷിപ്പ് ആണ്. എത്തിക്കൽ കസ്റ്റമർ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എത്തിക്കൽ മാർക്കറ്റോ എത്തിക്കൽ പ്രൊഡ്യൂസർ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. കാരണം അത് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ ഡിസംബർ 2023 സിലബസ് 2022 എന്താണ് ബിസിനസ് ലോ ആൻഡ് എത്തിക്സിലെ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം എം സിക്ക് ഡിസ്കസ് ചെയ്തു. ആൻസേഴ്സ് നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് നമ്മൾ ഈ എം സിക്ക് ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CM ഇന്റർവ്യൂ ജൂൺ 2025 എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു 10-25 മിനിറ്റ് നിങ്ങൾക്ക് എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത എക്സാമിനേഷൻ ഇത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക്
നമുക്ക് ഭയങ്കര രീതിയിലുള്ള സന്തോഷം നിങ്ങൾക്കാകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനിയും ക്ലാസ്സസോ കാര്യങ്ങളൊക്കെ വേണം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ടോപ്പിക്സ് എടുക്കുക തരാം. നമ്മൾ മാരത്തോൺ എന്താണ് ഈ ഒരു ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി റെക്കോർഡഡ് ക്ലാസ്സസ് ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തുവാണെങ്കിൽ റീസണബിൾ പ്രൈസിൽ എന്താണ് മലയാളത്തിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്.